നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വേഗത്തിൽ. സംസ്ഥാനത്ത് ഇന്നും 1000 കടന്ന കോവിഡ് കേസുകൾ. 1251 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 1061 സമ്പർക്ക രോഗബാധ. ഉറവിടമറിയാത്ത 73 കേസുകൾ. സംസ്ഥാനത്ത് കോവിഡ് മരണം 102. ഇടുക്കി പെട്ടിമുടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 17ആയി. 50-ലേറെ പേരെ കാണാതായി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം വീതവും കേന്ദ്ര സർക്കാർ 2 ലക്ഷം വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ അനുശോചനം അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 2 ദിവസം കൂടി കനത്ത മഴ തുടരും. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും സാധ്യത. കടലിൽ പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വ്യാപക മഴക്കെടുതികൾ. വയനാട്ടിലെ മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ വീടുകൾ തകർന്നു. പെരിയാറിലും മൂവാറ്റുപുഴാറിലും ജലനിരപ്പ് ഉയർന്നു. മീനച്ചിലാർ കരകവിഞ്ഞതിനെ തുടർന്ന് പാലാ ടൗണിൽ വെള്ളം കയറി. പത്തനംതിട്ട റാന്നിയിലും വെള്ളപ്പൊക്കം. കണ്ണൂർ ഇരിട്ടി മുടിയരഞ്ഞിപ്പുഴയിൽ കാണാതെ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു. മൂന്നാർ പെട്ടിമുടി ദുരന്തത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി കെ ശൈലജ. മൃതദേഹം വൈകിപ്പിക്കാതെ വിട്ടുകൊടുക്കും. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കും. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ദുരന്തമുഖത്ത് ആവശ്യമായ PP കിറ്റുകൾ എത്തിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി. സ്വർണ്ണക്കടത്ത് കേസിലെ മാധ്യമ വാർത്തകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ചിലർ കൂട്ടുനിൽക്കുകയാണ്. തനിക്കും ഓഫീസിനും ഒന്നും മറച്ചുവെക്കാനില്ലെന്നും മുഖ്യമന്ത്രി. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന് കേരളം വിടാൻ കഴിഞ്ഞത് സർക്കാരിലും പോലീസിനുമുള്ള ഉന്നത സ്വാധീനം മൂലമെന്ന് കസ്റ്റംസ്. ചെക്ക് പോസ്റ്റിൽ പരിശോധനയ്ക്കിടെ സ്വന്തം പേര് സ്വപ്നം നൽകിയത് പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട്. സ്വർണ്ണക്കടത്തിൽ ഉന്നത ഗൂഢാലോചന നടന്നു. പ്രതികൾ ഒത്തുചേർന്ന തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ ഉന്നത ഉദ്യോഗസ്ഥനും എത്തിയിരുന്നുവെന്നും അന്വേഷണ സംഘം കോടതി. സ്വർണ്ണക്കടത്ത് കേസിൽ 3 പ്രതികൾ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ. കേസിലെ 14-ാം പ്രതി ജബ്സൽ, 9-ാം പ്രതി മുഹമ്മദ് അൻവർ, 13-ാം പ്രതി മുഹമ്മദ് ഷമീം എന്നിവർ കോടതിയെ സമീപിച്ചു. കസ്റ്റംസ് കേസിലെ പ്രതികളാണ് ഇവർ. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഭാര്യ ബെറ്റി ബേബിയുടെ ഫലവും പോസിറ്റീവ്. ബെറ്റിക്ക് 2 ആഴ്ച മുൻപാണ് രോഗം സ്ഥിരീകരിച്ചത്. 10 ദിവസമായി വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു. MA ബേബിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 20 ലക്ഷം കടന്നു. 62,538 പുതിയ കേസുകളും 886 മരണവും. രോഗമുക്തി നിരക്ക് 68%. വഞ്ചിയൂർ ട്രഷറി തട്ടിപ്പ് കേസിൽ പ്രതി ബിജുലാലിന്റെ ഭാര്യയ്ക്കെതിരെയും നടപടി വേണമെന്ന് ശുപാർശ. ട്രഷറിയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനും പണം നൽകണം. യൂസർ നെയിമും പാസ്വേഡും നൽകിയത് വിരമിച്ച ഉദ്യോഗസ്ഥനെന്ന് ബിജുലാലിന്റെ മൊഴി. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ഫ്രാങ്കോ മുളയ്ക്കലിന് ജാമ്യം. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം നൽകിയത് കർശന വ്യവസ്ഥകളോടെ. പ്രതി കേരളത്തിൽ തുടരണമെന്നും കേസ് പരിഗണിക്കുമ്പോഴെല്ലാം ഹാജരാക്കണമെന്നും കോടതി. മക്കളെ കൊണ്ട് നഗ്ന ശരീരത്തിൽ ചിത്രം വരപ്പിച്ചെന്ന കേസിൽ രഹന ഫാത്തിമ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. രഹനയുടെ പ്രവൃത്തി അസംബന്ധമാണെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര. രാജ്യത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച് കുട്ടികൾക്ക് ലഭിക്കുന്ന ധാരണ എന്തായിരിക്കുമെന്നും കോടതി. കടവൂർ ജയൻ വധക്കേസിൽ 9 പ്രതികൾക്കും ജീവപര്യന്തം തടവ്. പ്രതികൾ 71,500 രൂപ പിഴയൊടുക്കണം. ശിക്ഷ വിധിച്ചത് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി. സംഘടന വിട്ടതിന്റെ വൈരാഗ്യത്തിൽ RSS പ്രവർത്തകർ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് കോടതി. ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത കൂടത്തായി പരമ്പരയ്ക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. സ്ഥാപിത താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് ഹർജിക്കാരൻ ശ്രമിച്ചതെന്ന് ഹൈക്കോടതി. കേസിലെ 1-ാം സാക്ഷിയും കൂടത്തായി സ്വദേശിയുമായ മുഹമ്മദ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. നടി റിയ ചക്രവർത്തിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. നടപടി നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച പരാതി. നീക്കം സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ. CBI FIR-ൽ റിയ ചക്രവർത്തിയും കുടുംബാംഗങ്ങളും പ്രതികൾ. കടൽക്കൊലക്കേസിൽ ഇരകളുടെ കുടുംബാംഗങ്ങൾക്ക് കക്ഷി ചേരാൻ സുപ്രീം കോടതി ഒരാഴ്ച സമയം അനുവദിച്ചു. നഷ്ടപരിഹാരം കൈമാറാതെ കേസ് തീർപ്പാക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ. നാവികർക്കെതിരായ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടി ഇറ്റലി ഉറപ്പു തന്നിട്ടുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ കോടതി.
ചിറ്റാർ സ്വദേശി മത്തായിയുടെ ദുരൂഹ മരണത്തിൽ പ്രാഥമിക അന്വേഷണം അവസാന ഘട്ടത്തിൽ. ആരോപണ വിധേയരായ മുഴുവൻ വനപാലകരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് സഹായം ചെയ്തു നൽകിയത് ഗുരുനാഥൻമൺ സ്റ്റേഷനിലെ വനപാലകർ. റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഉടൻ റിപ്പോർട്ട് നൽകും. തൃശൂരിൽ കൊലപാതക ശ്രമത്തിന് അറസ്റ്റിലായ പ്രതിക്ക് കോവിഡ്. ഓഗസ്റ്റ് 1 പിടിയിലായ പ്രതിക്ക് രോഗം സ്ഥിരീകരിച്ചു. തൃശൂർ മതിലകം പോലീസ് സ്റ്റേഷനിലെ CI അടക്കം 14 പേർ നിരീക്ഷണത്തിൽ. സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. പവന് 480 രൂപ വർദ്ധിച്ച് 42,000 രൂപയായി. ഗ്രാമിന് വർദ്ധിച്ചത് 60 രൂപ. എളങ്കുന്നപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മൂന്നാമത്തെ ആളുടെ മൃതദേഹം കണ്ടെത്തി. പുക്കാട് സ്വദേശി സിദ്ധാർത്ഥന്റെ മൃതദേഹം കണ്ടെത്തിയത് കടമക്കുടി ഭാഗത്തുനിന്ന്. ഇതോടെ അപകടത്തിൽ കാണാതായ 3 പേരുടെയും മൃതദേഹം കണ്ടെത്തി. പുതിയ ഇലക്ട്രിക് വാഹന നയവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഇരുചക്ര വാഹനങ്ങൾക്ക് 30,000 രൂപയും കാറിന് 1.5 ലക്ഷവും ഓട്ടോറിക്ഷകൾക്ക് 30,000 രൂപയും സർക്കാർ ധനസഹായം നൽകും. നടപടി തൊഴിലവസര സൃഷ്ടിയും മലിനീകരണം തടയലും ലക്ഷ്യമിട്ട്. അയോധ്യയിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നിർമ്മിക്കുന്ന മുസ്ലിം പള്ളിയുടെ നിർമ്മാണോദ്ഘാടനത്തിന് പോകില്ലെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു മതവുമായും ഒരു പ്രശ്നവുമില്ലെന്നും ആദിത്യനാഥ്. തെലങ്കാനയിൽ 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 12 മരണവും 2207 കോവിഡ് കേസുകളും. ആകെ കോവിഡ് ബാധിതർ 75,000-ലധികം. മരണം 601. തമിഴ്നാട്ടിൽ 5,684 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ മരിച്ചത് 110 പേർ. സംസ്ഥാനത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2,79,000 കടന്നു. ഒഡീഷയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 42,550. പുതുതായി റിപ്പോർട്ട് ചെയ്തത് 1,833 കേസുകൾ. 26,887 പേർക്ക് രോഗമുക്തി. ഒക്ടോബർ 15 മുതൽ സംസ്ഥാനത്തെ കോളേജുകൾ തുറക്കാനൊരുങ്ങി ആന്ധ്ര സർക്കാർ. മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് അഭിപ്രായം തേടി. ഭോജ്പുരി നടി അനുപമ പഥക് ആത്മഹത്യ ചെയ്ത നിലയിൽ. 40 വയസ്സായിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയെന്നും അന്വേഷണം തുടങ്ങിയെന്നും പോലീസ്. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണറായി മനോജ് സിൻഹ ചുമതലയേറ്റു. ജമ്മുകശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയതിനു ശേഷമുള്ള രണ്ടാമത്തെ ലഫ്റ്റനന്റ് ഗവർണറാണ് മനോജ് സിൻഹ. ജമ്മുകശ്മീർ ചീഫ് ജസ്റ്റിസ് ഗീതാ മിത്തൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ലോക്ഡൌണിൽ റദ്ദാക്കിയ ടിക്കറ്റുകളുടെ നിരക്കിനത്തിൽ ഇതുവരെ 400 കോടി രൂപ മടക്കി നൽകിയെന്ന് റെയിൽവേ. 63 ലക്ഷത്തിലധികം യാത്രക്കാരാണ് ടിക്കറ്റുകൾ റദ്ദാക്കിയത്. 2026 കോടിയുടെ നഷ്ടമുണ്ടായെന്നും വെസ്റ്റേൺ റെയിൽവേ. കർണാടകയിൽ ഉടുപ്പി, ദക്ഷിണ കന്നഡ, ഉത്തര കന്നഡ ജില്ലകളിൽ അതിതീവ്ര മഴ തുടരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ്. കർണാടക കുടകിൽ വെള്ളപ്പൊക്ക സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കാവേരി നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ഇന്ത്യൻ എന്ന സിനിമയുടെ 2ാം ഭാഗത്തിന്റെ ഷൂട്ടിംഗിനിടെ ക്രെയിൻ തകർന്ന് വീണ് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടി രൂപ വീതം വിതരണം ചെയ്തു. നടൻ കമൽഹാസൻ, സംവിധായകൻ ശങ്കർ എന്നിവരും ലൈക്ക പ്രൊഡക്ഷൻസും സംയുക്തമായാണ് ധനസഹായം നൽകിയത്. അപകടമുണ്ടായത് കഴിഞ്ഞ ഫെബ്രുവരി. ഡൽഹിയിൽ 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ. 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ് ഇയാളെന്നും പോലീസ്. സമഗ്രമായ ആലോചനയ്ക്ക് ശേഷമാണ് ദേശീയ വിദ്യാഭ്യാസ പരിഷ്കരണ നയം പ്രഖ്യാപിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാഭ്യാസ നയം രാജ്യത്ത് നടപ്പാക്കുമെന്നും വിമർശനാത്മക ചിന്ത വിദ്യാർത്ഥികൾ വളർത്തുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി. കോവിഡ് പശ്ചാത്തലത്തിൽ നീറ്റ്, JEE പരീക്ഷകൾ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന പരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യം. സുപ്രീം കോടതിയെ സമീപിച്ചത് 11 സംസ്ഥാനങ്ങളിലെ 11 വിദ്യാർത്ഥികൾ. തെലങ്കാനയിൽ വൻ കഞ്ചാവ് വേട്ട. വാഹനത്തിൽ കടത്തുകയായിരുന്ന 418 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവം ഭദ്രാചാല്യത്ത്. ഡൽഹി സർവകലാശാലയ്ക്ക് ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്താൻ അനുമതി നൽകി ഡൽഹി ഹൈക്കോടതി. നിശ്ചയിച്ച തീയതികളിൽ തന്നെ അവസാന വർഷ പരീക്ഷകൾ നടത്താൻ നിർദ്ദേശം. ചോദ്യപേപ്പർ ഇമെയിലായി അയക്കണമെന്നും ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും നിർദ്ദേശം. അയോധ്യയിൽ വൻ അടിസ്ഥാന വികസന പദ്ധതികളുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. 1681 കോടി രൂപയുടെ പദ്ധതി വിശദാംശങ്ങൾ പ്രഖ്യാപിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ. പുതിയ വിമാനത്താവളവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനും നിർമ്മിക്കും.
സ്വർണത്തിന്റെ ഇറക്കുമതിയിൽ വൻ വർധന. വിദേശത്ത് നിന്ന് ജൂലൈയിൽ വാങ്ങിയത് 25.5 ടൺ സ്വർണം. ഇത് കഴിഞ്ഞ മാസത്തേക്കാൾ ഇരട്ടിയെന്ന് കണക്കുകൾ. കോയമ്പത്തൂരിൽ വാഹനാപകടത്തിൽ 4 മരണം, ഒരാൾക്ക് ഗുരുതര പരിക്ക്. അപകടം ഇന്ന് പുലർച്ചെ. അശ്രദ്ധമായി വാഹനമോടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. മൈസൂരു ബ്രഹ്മഗിരിയിൽ ഉരുൾപൊട്ടൽ, 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. തലക്കാവേരി ക്ഷേത്രത്തിലെ പൂജാരിയും കുടുംബാംഗങ്ങളുമടക്കം 5 പേരെ കാണാതായി. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7,18,061. 1,92,81,928 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 1,23,77,133 പേർക്ക് രോഗം ഭേദമായി. അമേരിക്കയിൽ 50 ലക്ഷത്തിലധികം കോവിഡ് ബാധിതർ. പുതുതായി രോഗം സ്ഥിരീകരിച്ചത് 53,000-ലധികം പേർക്ക്. 24 മണിക്കൂറിനിടെ 1,097 മരണം. ആകെ മരണം 1,62,698. ബ്രസീലിൽ 24 മണിക്കൂറിനിടെ 54,000-ലധികം കോവിഡ് കേസുകളും 1,226 മരണവും. രാജ്യത്ത് 29 ലക്ഷത്തിലധികം കോവിഡ് ബാധിതർ. ആകെ മരണം 98,644. രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും സൗജന്യ കോവിഡ് പരിശോധന നടത്തുമെന്ന് ഹോങ്കോങ്. 2 ആഴ്ചക്കകം പരിശോധനകൾ ആരംഭിക്കും. ഹോങ്കോങ്ങിൽ കോവിഡ് കേസുകൾ ആശങ്കജനകമായ വിധം ഉയരുകയാണെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ക്യാരി ലാം. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ സെപ്റ്റംബറോടെ യാഥാർത്ഥ്യമാകുമെന്ന് ബ്രിട്ടീഷ് ധനകാര്യമന്ത്രി ഋഷി സുനക്. ബ്രെക്സിറ്റ് നടപടികൾ 1 മാസത്തിനകം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും ഋഷി സുനക്. ശ്രീലങ്കൻ ഭരണം രാജപക്സെ സഹോദരന്മാരുടെ കൈകളിൽ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീലങ്കൻ പീപ്പിൾസ് പാർട്ടിക്ക് 3-2 ഭൂരിപക്ഷം. ആകെയുള്ള 225 സീറ്റുകളിൽ 145 സീറ്റുകളും സ്വന്തമാക്കി. മഹിന്ദ രാജപക്സെ പ്രധാനമന്ത്രിയാകും. അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെയ്റൂട്ട് സ്ഫോടനത്തിൽ ലബനനിലെ 16 തുറമുഖ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ. വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചത് സംബന്ധിച്ച് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ലോകത്ത് നടുക്കിയ സ്ഫോടനത്തിൽ മരണസംഖ്യ 157. 5000-ലേറെ പേർ പരുക്കേറ്റ് ചികിത്സയിൽ. ബെയ്റൂട്ടിലെ സ്ഫോടനത്തിന് കാരണം സർക്കാർ അനാസ്ഥയെന്നാരോപിച്ച് ലബനനിൽ പ്രതിഷേധം. സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടി. പാർലമെന്റിന് സമീപത്തെ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ കണ്ണീർവാതകം പ്രയോഗിച്ചു. കോവിഡ് വാക്സിനായി $356 ബില്യൺ മാറ്റിവെക്കാൻ ഉത്തരവിട്ട് ബ്രസീൽ പ്രസിഡന്റ് ജെയർ ബോൾസനാരോ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും അസ്ട്രാസെനേക്കയും ചേർന്ന് വികസിപ്പിക്കുന്ന വാക്സിന് വേണ്ടിയാണ് ഭീമമായ തുക വകയിരുത്തുന്നത്. ഡിസംബറോടെ ബ്രസീൽ ജനതയ്ക്ക് വാക്സിൻ ലഭ്യമാക്കാൻ ശ്രമം. അന്താരാഷ്ട്ര ആയുധ വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ അമേരിക്കൻ സെനറ്റ്. ആയുധ കയറ്റുമതി നിയന്ത്രണ നിയമത്തിൽ ഭേദഗതി വരുത്താൻ ശ്രമം. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് US നിർമ്മിത ഡ്രോൺ വിൽക്കാനുള്ള നീക്കം തടയുകയാണ് ലക്ഷ്യം. ഗൂഗിളിനെതിരെ നിയമ നടപടിയുമായി അർജന്റീന മുൻ പ്രസിഡന്റ് ക്രിസ്റ്റീന കിർഷ്നർ. ഗൂഗിളിൽ മോഷ്ടാവെന്ന് വിശേഷിപ്പിച്ചതിനെതിരെ അപകീർത്തി കേസ് ഫയൽ ചെയ്തു. അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ 9 കേസുകളിൽ വിചാരണ നേരിടുന്നയാളാണ് ക്രിസ്റ്റീന കിർഷ്നർ. ചൈനയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു. മയക്കുമരുന്ന് കേസിൽ പ്രതിയായ കനേഡിയൻ പൗരന് വധശിക്ഷ വിധിച്ച് ചൈനീസ് കോടതി. 2 ദിവസത്തിനിടെ ചൈന വധശിക്ഷ വിധിച്ചത് 2 കനേഡിയൻ പൗരന്മാർക്ക്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായത് 2018-ൽ വാവെ എക്സിക്യൂട്ടീവിനെ കാനഡ തടഞ്ഞുവെച്ചതിനു പിന്നാലെ. തെരഞ്ഞെടുപ്പ് അയോഗ്യതാ നടപടിക്കെതിരെ ഹോങ്കോങ് ജനാധിപത്യവാദി ജോഷാവോങ് കോടതിയിൽ. കഴിഞ്ഞ വർഷത്തെ ജില്ലാ തെരഞ്ഞെടുപ്പിൽ അയോഗ്യനാക്കിയതിന് എതിരെയാണ് ഹർജി. കോടതി വിധി ജനാധിപത്യവാദികളുടെ സ്ഥാനാർത്ഥിത്വത്തിലും ഹോങ്കോങ്ങിലെ ചൈനീസ് ഇടപെടലുകളിലും നിർണായകം. കൊറിയയിൽ മഴക്കെടുതി. ഉത്തര ദക്ഷിണ കൊറിയകളിലായി ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിൽ. ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടമായി. വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ നിരീക്ഷണം നടത്തി ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ്. വീണ്ടും അമേരിക്ക കാനഡ വ്യാപാര തർക്കം. കാനഡയിൽ നിന്നുള്ള അലൂമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ തീരുവ കൂട്ടി. നടപടി അമേരിക്കൻ വ്യവസായത്തെ സംരക്ഷിക്കാനെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ന്യായീകരിക്കാൻ കഴിയാത്ത നടപടിയെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. കോവിഡ് പ്രതിരോധത്തിൽ സാമൂഹ്യ അകലം ഉറപ്പാക്കാൻ ഡ്രോണുകൾ ഉപയോഗിക്കാനൊരുങ്ങിയ സിംഗപ്പൂർ. 2 ഇസ്രായേൽ നിർമ്മിത ഡ്രോണുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നിരീക്ഷണത്തിനായി ഉപയോഗിച്ചു.
വ്യാജയാത്രാരേഖകൾ കണ്ടെത്താൻ ഹൈടെക് സംവിധാനവുമായി ദുബായ് എമിഗ്രേഷൻ. എല്ലാ രാജ്യങ്ങളുടെയും യഥാർത്ഥ രേഖകളുടെ ഡിജിറ്റൽ പകർപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് എമിഗ്രേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ. കോവിഡ് പ്രതിസന്ധിയിൽ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയവർക്ക് താമസ വീസയുടെ കാലാവധി കഴിഞ്ഞതിനുള്ള ഫീസ് ഒഴിവാക്കി ഖത്തർ. 6 മാസത്തിൽ കൂടുതൽ വിദേശത്ത് കഴിഞ്ഞത് മൂലമുള്ള ഫീസുകളിൽ നിന്ന് ഇവരെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ഇംഗ്ലണ്ടിൽ മുൻ ലേബർ പാർട്ടി പാർലമെന്റ് അംഗം എറിക് ജോയ്സിന് 8 മാസം തടവ് ശിക്ഷ വിധിച്ച് കോടതി. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിലെ വിധിയാണ് പുറത്തുവന്നത്. എറിക് ജോയ്സിനെ 2 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ദോഹയിൽ ഇന്നും നാളെയും പകൽ സമയത്ത് ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. പൊടിക്കാറ്റിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. 10 മുതൽ 20 വരെ മൈൽ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സൗദി അറേബ്യയിൽ പുതിയ അധ്യയന വർഷം ഈ മാസം 30-ന് ആരംഭിക്കും. സ്കൂളുകൾ തുറക്കുന്നത് 175 ദിവസത്തെ അവധിക്ക് ശേഷം. സ്കൂളുകൾ അണുവിമുക്തമാക്കണമെന്ന് നിർദ്ദേശം. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ തിരിച്ചെത്തുന്നു. 2ാം പാദ പ്രീ ക്വാർട്ടറിൽ റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടും. മാഞ്ചസ്റ്റർ സിറ്റി മൈതാനമായ എത്തിഹാദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ഇറ്റാലിയൻ ചാമ്പ്യന്മാരായ യുവന്റസ് ലിയോണിനെ നേരിടും. മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ പാകിസ്ഥാൻ 326 റൺസിന് പുറത്ത്. ഷാൻ മസൂദിന് സെഞ്ചുറി. ജോഫ്ര ആർച്ചർക്കും സ്റ്റുവർട്ട് ബ്രോഡിനും 3 വിക്കറ്റ്. ഇംഗ്ലണ്ടിന് 12 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റ് നഷ്ടമായി. ഡിസംബർ 26-ന് മെൽബണിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ബോക്സിംഗ് ഡേ ടെസ്റ്റിന്റെ വേദി മാറ്റിയേക്കും. അഡ്ലെയ്ഡായിരിക്കും പുതിയ വേദിയെന്ന് സൂചന. ഡിസംബർ 3-ന് തുടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയിലുള്ളത് 4 മത്സരങ്ങൾ. അമേരിക്കയിൽ സർക്കാർ ജീവനക്കാരുടെ ഫോണുകളിൽ നിന്ന് ടിക്ടോക്ക് നീക്കുന്നു. തീരുമാനത്തിന് അമേരിക്കൻ സെനറ്റിന്റെ അംഗീകാരം. ടിക്ടോക്ക് മാതൃ കമ്പനിയായ ബൈഡാൻസുമായുള്ള പണമിടപാടിന് വിലക്കേർപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കനറ ബാങ്കിന് 406.24 കോടി രൂപയുടെ അറ്റാദായം. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് 329.07 കോടിയായിരുന്നു. പ്രവർത്തന വരുമാനം 4285 കോടി രൂപയായി. ഫ്യൂച്ചർ ബ്രാൻഡിന്റെ ഈ വർഷത്തെ ബ്രാൻഡ് സൂചികയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് 2ാം സ്ഥാനം. സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് നേട്ടം സ്വന്തമാക്കിയതെന്ന് ആഗോള ബ്രാൻഡിംഗ് കമ്പനിയായ ഫ്യൂച്ചർ ബ്രാൻഡ്. ടെക് വമ്പൻ ആപ്പിളാണ് സൂചികയിലെ 1ാമത്. ഇനി ജില്ലാ വാർത്ത. തിരുവനന്തപുരം ജില്ലയിൽ 289 പേർക്ക് കൂടി കോവിഡ്. 281 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 6 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. 150 പേർക്ക് ഇന്ന് രോഗമുക്തി. ചടയമംഗലത്ത് സെക്യൂരിറ്റി ജീവനക്കാരനെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. മരിച്ചത് കുരിയോട് സ്വദേശി രവീന്ദ്രൻ. അപകടമുണ്ടാക്കിയത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ വാഹനം. കൊല്ലം ജില്ലയിൽ 36 പേർക്ക് കൂടി കോവിഡ്. 22 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 4 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 32 പേർക്ക് ഇന്ന് രോഗമുക്തി. പുനലൂരിൽ വൈദ്യുതാഘാതമേറ്റ് വയോധികൻ മരിച്ചു. വിളക്കുവെട്ടം സ്വദേശി യശോധരനാണ് മരിച്ചത്. പ്രവർത്തനരഹിതമായ പ്ലഗ് റിപ്പയർ ചെയ്യുമ്പോഴായിരുന്നു അപകടം. കായംകുളത്ത് വ്യാപാരികളുടെ പ്രതിഷേധം. 2 മാസമായി അടഞ്ഞുകിടക്കുന്ന മാർക്കറ്റ് തുറക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ. മാർക്കറ്റ് കണ്ടെയ്ൻമെന്റ് സോണിലായതുകൊണ്ട് തുറക്കാൻ അനുവദിക്കില്ലെന്ന് പോലീസ്. മാർക്കറ്റ് തുറന്നില്ലെങ്കിൽ മറ്റ് കടകളും അടപ്പിക്കണമെന്ന് വ്യാപാരികൾ. ആലപ്പുഴയിൽ 60 പേർക്ക് കൂടി കോവിഡ്. 46 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 30 പേർക്ക് കൂടി രോഗമുക്തി. ആലപ്പുഴയിൽ പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ നാശനഷ്ടം. ശവക്കോട്ട പാലത്തിനടുത്ത് വീടിന്റെ മേൽക്കൂര തകർന്നു. ആളപായമില്ല. മണിയാർ ബാരേജിലെ 5 ഷട്ടറുകൾ 4 മീറ്റർ ഉയർത്താൻ സാധ്യത. പമ്പാ നദിയിൽ 3 മീറ്റർ ജലമുയരുമെന്ന് മുന്നറിയിപ്പ്. നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം. കൂട്ടിക്കൽ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചു തുടങ്ങി. പാലായിൽ മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയരുകയാണ്. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ വൈക്കം മേഖലയിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. കൊച്ചി നഗരസഭയ്ക്കെതിരെ ഓൺലൈൻ പ്രതിഷേധം സംഘടിപ്പിച്ച് AIYF ജില്ലാ കമ്മിറ്റി. CPI ജില്ലാ സെക്രട്ടറി P രാജു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിൽ ഇന്ന് 82 പേർക്ക് കോവിഡ്. 77 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 3 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു.
എറണാകുളം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതോടെ ജില്ലയിൽ 16 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 213 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. ചെലാനത്ത് 2 ക്യാമ്പുകൾ തുറന്നു. ഭൂതത്താൻകെട്ട് ഡാമിലെ എല്ലാ ഷട്ടറുകളും തുറന്നു. കോതമംഗലം താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടി. ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറി. പുഴയിലേക്ക് മഴവെള്ളം പോകുന്നതിനായി സ്ഥാപിച്ച പൈപ്പിലൂടെ വെള്ളം കയറിയാണ് അടിപ്പാതയിലെ വെള്ളക്കെട്ട്. തൃശൂർ ജില്ലയിൽ 33 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 23 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 4 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ഇതുവരെ ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1941. ഇന്ന് 60 പേർക്ക് രോഗമുക്തി. പാലക്കാട് ജില്ലയിൽ 3 ദിവസമായി തുടരുന്ന മഴയിൽ KSEBിക്ക് 2.34 കോടി രൂപയുടെ നഷ്ടം. കൂടുതൽ നഷ്ടം പാലക്കാട്, ആലത്തൂർ, ചിറ്റൂർ ഡിവിഷനുകളിൽ. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ജീവനക്കാർ നടത്തുന്ന പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ. പാലക്കാട് ഓങ്ങല്ലൂർ പോക്കുപ്പടിയിൽ കനത്ത മഴയിൽ വീട് തകർന്ന് ഒരു മരണം. മച്ചിങ്ങത്തൊടി മൊയ്തീനാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. അപകടം ഇന്ന് പുലർച്ചെ 3 മണിയോടെ. വീട്ടിലുണ്ടായിരുന്ന മറ്റംഗങ്ങൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണാർക്കാട് താലൂക്കിൽ 2 ക്യാമ്പുകൾ തുറന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ക്യാമ്പുകൾ തുറന്നത് ഷോളയൂർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പാലക്കയം ദാറുൽ ഫർഖാൻ ഗേൾസ് ഹോമിലും. ചാലിയാറിൽ മലവെള്ളപ്പാച്ചിൽ. നിലമ്പൂർ പട്ടണത്തിൽ വെള്ളം കയറി. നിലമ്പൂർ ഗൂഡല്ലൂർ പാത തടസ്സപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട്. അതിതീവ്ര മഴയെന്ന് പ്രവചനം. കോഴിക്കോട് നഗരത്തിൽ ATM കവർച്ചാ ശ്രമം. സംഭവം എരഞ്ഞിപ്പാലത്തെ SBIയുടെ ATMൽ മെഷീൻ തകർക്കാൻ ശ്രമിച്ചതോടെ അലാം ശബ്ദിച്ചതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. തിരുവമ്പാടി പഞ്ചായത്തിന് കീഴിൽ രൂപവൽക്കരിച്ച രക്ഷാസേന പ്രവർത്തന സജ്ജമായി. സംഘത്തിലുള്ളത് 130 അംഗങ്ങൾ. സംഘത്തിന് 2 ലക്ഷം രൂപയുടെ സുരക്ഷാ ഉപകരണങ്ങൾ കൈമാറി. 5 മേഖലകളായി തിരിച്ചാണ് സംഘം പ്രവർത്തിക്കുക. ഒരു സംഘത്തിൽ 25 പേർ. കോഴിക്കോട് മുക്കം മാമ്പറ്റ പ്രതീക്ഷാ സ്കൂളിന് സമീപം ബൈക്കിലെത്തിയ സംഘം വയോധികയുടെ മാല കവർന്നു. സംഭവം ഇന്ന് രാവിലെ 7 മണിയോടെ. തടപ്പറമ്പ് സ്വദേശി കണ്ണൻകുട്ടി ലീലയുടെ മാലയാണ് കവർന്നത്. കാലവർഷക്കെടുതികളുടെ ഭാഗമായി ക്യാമ്പുകളിലേക്ക് താമസം മാറിയവർ പുറത്തിറങ്ങി നടക്കരുതെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ക്യാമ്പുകളിൽ കഴിയണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ക്യാമ്പുകളിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കും. കണ്ണൂർ ജില്ലയിൽ 13 പേർക്ക് കൂടി കോവിഡ്. 6 പേർക്ക് രോഗം ബാധിച്ച് സമ്പർക്കത്തിലൂടെ. രോഗം ബാധിച്ചവരിൽ ഒരാൾ വിദേശത്തു നിന്നും, 2 പേർ ഇതര സംസ്ഥാനത്തു നിന്നും എത്തിയവർ. കണ്ണൂർ മാനന്തവാടി ബോയ്സ് ടൗൺ റോഡിൽ മണ്ണിടിച്ചിൽ. ഗതാഗതം തടസ്സപ്പെട്ടു. പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ മണ്ണ് നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. കണ്ണൂർ ഇരിട്ടി വള്ളിത്തോട് മുടിയരിഞ്ഞിൽ പുഴയിൽ കാണാതെ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു. കക്കയങ്ങാട് സ്വദേശി ജോം തോമസിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കേരള വിഷൻ കേബിൾ ജോലിക്കാരനായ ജോം ജോലിക്കിടെ കാൽ വഴുതി പുഴയിൽ വീഴുകയായിരുന്നു. കാസർഗോഡ് പുതുതായി 168 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 164 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 123 പേരാണ് ഇന്ന് രോഗമുക്തി നേടി ആശുപത്രി വിട്ടത്. ഇനി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥയിലേക്ക്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ സ്ഫോടനത്തെ സംബന്ധിച്ച് വ്യാജ പ്രചാരണം. ബെയ്റൂട്ട് നഗരം സ്ഫോടനത്തിന് മുൻപും ശേഷവും എന്ന തലക്കെട്ടോടുകൂടി 2 ചിത്രങ്ങളടങ്ങിയ കൊളാഷാണ് പ്രചരിപ്പിക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ചിത്രങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. തമിഴ്നാട് രജനീകാന്ത് ഇ പാസ് ഇല്ലാതെ യാത്ര ചെയ്തെന്നും മാപ്പ് ചോദിച്ചെന്നുമുള്ള രീതിയിൽ പ്രചരിക്കുന്ന ട്വീറ്റ് വ്യാജം. രജനീകാന്തിന്റെ പേരിൽ കഴിഞ്ഞ മാസം ഉണ്ടാക്കിയ വ്യാജ അക്കൗണ്ടിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. രജനീകാന്തിന്റെ യഥാർത്ഥ ട്വിറ്റർ അക്കൗണ്ടിന് 7 വർഷത്തെ പഴക്കമുണ്ട്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാൻ 5 കോടി രൂപ സംഭാവന ചെയ്യുമെന്ന് വ്യാജ പ്രചാരണം. നിരവധി പേരാണ് നടന്റെ ഗ്രാഫിക് കൊളാഷിനൊപ്പം ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്ലാനും ചേർത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്നത്. വാർത്ത നിഷേധിച്ച് ഷാരൂഖ് ഖാന്റെ കമ്പനിയായ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ്. ചെയറിൽ പടിഞ്ഞിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഇന്ത്യയിൽ തന്നെയോ? വൈറലായ ചിത്രത്തിന്റെ സത്യാവസ്ഥയുമായി ഗ്രീഷ്മ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ
ആധുനിക ഇന്ത്യയുടെ ഏറ്റവും പുരോഗമനപരമായ മുദ്രാവാക്യങ്ങളിലൊന്ന്. ഈ ആഹ്വാനത്തിനിടയിൽ കന്നുകാലി തൊഴുത്തിനേക്കാൾ ഹീനമായ സ്കൂളിന്റെ ചിത്രം സർക്കാരിനെ വിമർശിക്കാനിരിക്കുന്നവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വടിയാണ്. പക്ഷേ ആ വടിയെടുത്ത് വീശുന്നതിന് മുൻപ് വസ്തുത ഉറപ്പിക്കാൻ ഒരു നിമിഷം മാറ്റിവെക്കുന്നത് നന്നാവും. ലോകത്ത് ഏറ്റവും വലിയ പ്രതിമയുള്ള രാജ്യത്തെ സ്കൂളിന്റെ അവസ്ഥ നോക്കൂ. ചേറിൽ പടിഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥിനികളുടെ പടം കാണിച്ചുകൊണ്ട് സർക്കാർ വിമർശകനായ ഒരാൾ ചോദിക്കുന്നു, ഈ കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കുമ്പോൾ അവരുടെ ഭാവി എങ്ങനെയാണ് സുരക്ഷിതമാവുകയെന്ന്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരാളിൽ നിന്ന് പല ആളുകളിലേക്ക് ഈ ചോദ്യമെത്താൻ അധികം സമയം വേണ്ടിവന്നില്ല. ഷായിസ്ത 04444 എന്ന ട്വിറ്റർ ഹാൻഡിലിന്റെ ട്വീറ്റ് 300-ലേറെ തവണയാണ് റീട്വീറ്റ് ചെയ്യപ്പെട്ടത്. ഫേസ്ബുക്കിലും നിരവധി പേർ ഇതിനോടകം ചിത്രവും കുറിപ്പും ഷെയർ ചെയ്തിട്ടുണ്ട്. 24 ഫാക്ട് ചെക്ക് ടീമിന്റെ പരിശോധനയിൽ വൈറലായ ഈ ചിത്രം ഇമ്രാൻ ലഷാരി എന്നയാളുടെ 2017-ലെ ട്വീറ്റിൽ കണ്ടെത്താനായി. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്നുവെന്നാണ് ഇമ്രാൻ ലഷാരിയുടെ ബയോ. റൌഫ് ക്ലസാര എന്ന റിപ്പോർട്ടറെ ടാഗ് ചെയ്താണ് ഇമ്രാൻ ലഷാരി ചിത്രം ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം നൽകിയിട്ടുള്ള വിശദാംശങ്ങൾ അനുസരിച്ച് പാകിസ്ഥാനിലെ സൗത്ത് പഞ്ചാബിൽ ലയ്യ ജില്ലയിലുള്ള തെഹ്സിൽ പ്രദേശത്ത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സർക്കാർ പ്രാഥമിക വിദ്യാലയത്തിന്റേതാണ് ചിത്രം. ഈ സൂചനയിൽ നിന്ന് കൂടുതൽ പരിശോധിച്ചപ്പോൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിയാസാത്ത് എന്ന സോഷ്യൽ മീഡിയ ഡിസ്കഷൻ ഫോറത്തിൽ 2015-ൽ ഫോട്ടോ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും കണ്ടെത്തി. ഇമ്രാൻ ലഷാരിയുടെ ട്വീറ്റിൽ പറയുന്നത് തന്നെയാണ് ചിത്രത്തിന്റെ വസ്തുതയെന്ന് ഇതോടെ വ്യക്തം. 2015 മുതൽ തന്നെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ശരിയാണ്, ഇന്ത്യയിൽ പലയിടങ്ങളിലും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യങ്ങളും ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. വ്യാജ വാർത്തകൾ കൊണ്ട് ഭരണകൂടത്തെ കുറ്റം പറയുന്നതല്ല ഇതിനുള്ള പരിഹാരം. വസ്തുതകൾക്ക് വില കൊടുക്കാതെയുള്ള വിമർശനങ്ങൾ ഉദ്ദേശശുദ്ധിയെ തന്നെ തകിടം മറിച്ചേക്കും. ക്രിയാത്മകമായ ചർച്ചകളെ പോലും അത് പ്രതികൂലമായി ബാധിക്കും. നാളെ കേരളമൊട്ടാകെ വൈദ്യുതി മുടങ്ങുമെന്ന തരത്തിൽ വാട്സാപ്പിലൂടെയും മറ്റും വ്യാപകമായി പ്രചരിക്കുന്നത് വ്യാജ വാർത്തയെന്ന് KSEB. തെറ്റിദ്ധാരണാജനകവും അപകീർത്തികരവുമായ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ KSEB നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് KSEB പബ്ലിക് റിലേഷൻസ് ഓഫീസർ അറിയിച്ചു. ഇന്ന് ലഭ്യമായ ഒരു ഹൈക്കോടതി വിധിയുടെ വിശദാംശമാണ് ഇനി. ഫ്ലവേഴ്സിലെ കൂടത്തായി പരമ്പര സീരിയൽ സംപ്രേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത് സ്വാർത്ഥ താൽപര്യങ്ങൾക്കാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഹർജിക്കാരന്റെ കൈകൾ സംശുദ്ധമല്ല. ഹർജിക്കാരൻ തന്നെ പല മാധ്യമങ്ങളിലും സംഭവത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. വിധിയുടെ വിശദാംശം. കൂടത്തായി കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയ പരമ്പരയ്ക്കെതിരെ കേസിലെ ഒന്നാം സാക്ഷിയായ മുഹമ്മദ് ബാവ കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസിൽ വാദം കേട്ട കോടതി ഹർജി തള്ളി. ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത് തന്റെ സ്വാർത്ഥ താത്പര്യങ്ങൾക്കായാണ്. ഹർജിക്കാരന്റെ കൈകൾ സംശുദ്ധമെന്ന് പറയാനാകില്ല. ഹർജിക്കാരൻ തന്നെ പല മാധ്യമങ്ങളിലും സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു ഫിക്ഷണൽ സ്റ്റോറി തടയുന്നതിന് കോടതിയുടെ വിവേചനാധികാരം ഉപയോഗിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് TV അനിൽകുമാറിന്റെ ഉത്തരവിൽ പറയുന്നു. കൂടത്തായി ദ ഗെയിം ഓഫ് ഡെത്ത് എന്ന ആ സീരിയൽ സംപ്രേഷണം തടയണം എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് അല്ലെങ്കിൽ ബാവ അദ്ദേഹം കോടതിയെ സമീപിച്ചത്. കോടതി വിശദമായി വാദം കേട്ടിട്ട് അത് ആ ഹർജി തള്ളുകയാണ് ചെയ്തത്. അതിന് കോടതി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൈകൾ സംശുദ്ധമല്ല, അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് കോടതിയെ സമീപിച്ചതെന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളിന് വേണ്ടിയിട്ട് വിവേചനാധികാരം ഹൈക്കോടതി ഉപയോഗിക്കുന്നില്ല. ഹൈക്കോടതി ഉത്തരവോടെ പരമ്പരയുമായി അണിയറ പ്രവർത്തകർക്ക് മുന്നോട്ടു പോകാം. സീരിയൽ സംപ്രേഷണം ചെയ്യുന്നത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്നായിരുന്നു ഹർജിക്കാരൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. സീരിയലിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി യാതൊരു ബന്ധവുമില്ലെന്ന് സീരിയലിൽ അറിയിപ്പായി പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ സംഭവങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സീരിയലെന്നും ഇത് തങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുന്നുണ്ടെന്നും ഹർജിക്കാരൻ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. 24 കൊച്ചി.